യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ശനിയാഴ്ച 2026 മെയ് 16 ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന നിന്റെ വീട്ടിൽ ഒരു വിചിത്രമായ ക്ഷീണമുണ്ടായിരിക്കാം. വീട് തുറന്നുകിടക്കുന്നു, ജനലിലൂടെ വെളിച്ചമകത്ത് വരുന്നു, അടുക്കളയിൽ പാത്രങ്ങളുടെ ശബ്ദമുണ്ട്. പക്ഷേ വീട്ടിനുള്ളിൽ പ്രാർത്ഥനയുടെ ശബ്ദം വളരെ കുറഞ്ഞു പോയിരിക്കുന്നു. ഒരിക്കൽ വൈകുന്നേരങ്ങളിൽ ജപമാല ചൊല്ലിയിരുന്ന വീട്ടിൽ ഇന്ന് ടെലിവിഷന്റെ ശബ്ദം മാത്രമാകാം. ഒരിക്കൽ എല്ലാവരും ചേർന്ന് കുരിശ് വരച്ചിരുന്ന മേശയ്ക്കരികിൽ ഇന്ന് എല്ലാവരും ഓരോ ഫോണിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഒരു അമ്മ അലമാര തുറന്ന് പഴയ ജപമാല എടുത്തു നോക്കുന്നു. ഒരു മണി പൊട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ കുരിശിന്റെ നിറം മങ്ങിയിരിക്കുന്നു. അവൾക്ക് ഓർമ്മ വരുന്നു, ഈ ജപമാല ഒരിക്കൽ മക്കളുടെ പരീക്ഷക്കാലത്ത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചതാണ്. ഭർത്താവിൻ്റെ രോഗകാലത്ത് കരഞ്ഞുകൊണ്ട് ചൊല്ലിയതാണ്. വിസ മറുപടി കാത്തിരുന്ന രാത്രികളിൽ നെഞ്ചോട് ചേർത്തതാണ്. ഇപ്പോൾ അത് അലമാരയിൽ കിടക്കുന്നു. പൊടി പിടിച്ചെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ആ വീട്ടിൻ്റെ വിശ്വാസവും. ക്ഷീണിച്ചിരിക്കുന്നു, പക്ഷേ മരിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, മെയ് മാസം മാതാവിൻ്റെ മൃദുലമായ സ്നേഹത്തിൽ നമ്മുടെ കുടുംബങ്ങളെ യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്ന പരിശുദ്ധ മാസമാണ്. സ്വർഗാരോഹണത്തിൻ്റെ പ്രത്യാശ കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനായി സഭ കാത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബ സമാധാന പ്രാർത്ഥന യാത്രയിൽ ഇന്ന് വളരെ അത്യാവശ്യമായൊരു ദിനമാണ്. ഇന്ന് നാം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നത് വീട്ടിൽ പ്രാർത്ഥന മങ്ങിപ്പോയ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. ജപമാല നിർത്തിയ വീടുകൾക്ക് വേണ്ടി, കുടുംബ പ്രാർത്ഥന ഇല്ലാതായതോടെ സമാധാനവും കുറയുന്ന വീടുകൾക്ക് വേണ്ടി. ചില വീടുകളിൽ പ്രാർത്ഥന നിർത്തിയത് ദൈവത്തെ വെറുത്തതിനാൽ അല്ല. ക്ഷീണത്താൽ ചിലർക്ക് സമയം കിട്ടിയില്ല, ചിലർക്ക് മനസ്സ് തകർന്നു, ചിലർക്ക് വീട്ടിലെ വഴക്കുകൾക്കു ശേഷം പ്രാർത്ഥിക്കാൻ ലജ്ജയായി, ചില മക്കൾ വരാൻ തയ്യാറായില്ല. അച്ഛൻ ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ശരീരം തളർന്നു. അമ്മ എല്ലാം ഒരുക്കി കഴിഞ്ഞപ്പോഴേക്കും കണ്ണുകൾ അടഞ്ഞു. ഒരു ദിവസം ജപമാല ഒഴിവായി, പിന്നെ മറ്റൊരു ദിവസം, പിന്നെ പതിവ് മാറി, പിന്നെ വീട്ടിൻ്റെ ശ്വാസം മാറി. പ്രിയപ്പെട്ടവരെ, ഒരു വീട്ടിൽ പ്രാർത്ഥന ഇല്ലാതാകുമ്പോൾ ഉടനെ വലിയ പ്രശ്നം കാണണമെന്നില്ല. പക്ഷേ സാവധാനം വാക്കുകൾ കടുപ്പമാകും. ചെറിയ കാര്യങ്ങൾക്ക് വലിയ കോപം വരും. മക്കൾ അകന്നു തുടങ്ങും. ഭർത്താവും ഭാര്യയും തമ്മിൽ കേൾക്കാനുള്ള ക്ഷമ കുറയും. അമ്മയുടെ ഹൃദയം വേഗം തകരും. അപ്പൻ്റെ മൗനം കൂടുതൽ ഭാരമുള്ളതാകും. മേശപ്പുറത്ത് ബില്ലുകൾ ഉണ്ടാകും. അലമാരയിൽ വിസ ഫയൽ ഉണ്ടാകും. കുട്ടികളുടെ പരീക്ഷാ പേപ്പർ ഉണ്ടാകും. മരുന്നിൻ്റെ കവർ ഉണ്ടാകും. പക്ഷേ ഇവയൊക്കെ യേശുവിൻ്റെ മുമ്പിൽ വയ്ക്കുന്ന കുടുംബശീലം മങ്ങിപ്പോയാൽ ഭാരം ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വരും. ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് അപ്പസ്തോലരുടെ പ്രവൃത്തികൾ 1-14 അവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും കൂടെ ഏകമനസ്സോടെ പ്രാർത്ഥനയിൽ സ്ഥിരപ്പെട്ടു. എത്ര മനോഹരമായ വചനം! യേശു സ്വർഗത്തിലേക്ക് ഉയർന്നു പോയതിനു ശേഷം ശിഷ്യന്മാർ ഓടിച്ചു തറിപ്പോയില്ല. അവർ കാത്തിരുന്നു. അവർ ഒന്നിച്ചുകൂടി. അവർ മറിയത്തോടൊപ്പം പ്രാർത്ഥിച്ചു. അവർക്കും ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഭാവി വ്യക്തമായിരുന്നില്ല. മുന്നിലുള്ള വഴി അറിയില്ലായിരുന്നു. പക്ഷെ അവർ ചെയ്തത് ഒന്ന് മാത്രം. അവർ ഏകമനസ്സോടെ പ്രാർത്ഥനയിൽ സ്ഥിരപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് ഇതാണ് ആവശ്യം. എല്ലാം അറിയണമെന്നല്ല, എല്ലാം ഉടനെ തീരണമെന്നല്ല. ആദ്യം ഒരുമിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ വീണ്ടും നിൽക്കണം. പ്രാർത്ഥന വീട്ടിലേക്ക് മടങ്ങി വരണം. ജപമാല മേശപ്പുറത്തേക്ക് മടങ്ങി വരണം. അടുക്കളയിലെ ക്ഷീണം കൃപയിലേക്ക് മാറണം. ഭക്ഷണമേശയിൽ വീണ്ടും കുരിശിൻ്റെ അടയാളം വരണം.
മക്കൾക്ക് അമ്മയുടെ ശബ്ദത്തിൽ പ്രാർത്ഥന കേൾക്കണം. അപ്പൻ്റെ മൗനത്തിനുള്ളിൽ നിന്നുപോലും കർത്താവേ കാത്തുകൊള്ളണമേ എന്നൊരു വാക്കുയരണമേ. പരിശുദ്ധ അമ്മ മറിയം കുടുംബ പ്രാർത്ഥനയുടെ അമ്മയാണ്. അവൾ ശിഷ്യന്മാരോടൊപ്പം മുകളിലെ മുറിയിൽ കാത്തിരുന്നു. അവൾ വലിയ പ്രസംഗം ചെയ്തില്ല. പക്ഷേ അവളുടെ സാന്നിധ്യം തന്നെ പ്രാർത്ഥനയായിരുന്നു. ഭയപ്പെട്ട ശിഷ്യന്മാരുടെ നടുവിൽ അമ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഭയപ്പെട്ട കുടുംബങ്ങളുടെ നടുവിലും അമ്മ വരാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും തുടങ്ങൂ എന്ന് അമ്മ സ്നേഹത്തോടെ പറയുന്നു. ഒരു ദശകം, ഒരു ചെറിയ വചനം മതി, ഒരു കണ്ണുനീർ മതി, യേശു ബാക്കി ചെയ്യും. ഒരു വീട്ടിലെ പ്രാർത്ഥന മണ്ണിൽ മറഞ്ഞ കിണർ പോലെയാണ്. വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടന്നാൽ ഇലകളും മണ്ണും വീഴും. പുറത്തുനിന്ന് നോക്കുമ്പോൾ വെള്ളമില്ലെന്ന് തോന്നും. പക്ഷെ കിണർ മുഴുവൻ ഉണങ്ങിയെന്നല്ല. ആരെങ്കിലും സാവധാനം മണ്ണ് മാറ്റണം, ഇലകൾ നീക്കണം, വീണ്ടും ബക്കറ്റ് ഇറക്കണം. അപ്പോൾ താഴെ ഇപ്പോഴും വെള്ളമുണ്ട് എന്ന് മനസ്സിലാകും. നിന്റെ കുടുംബത്തിൻ്റെ വിശ്വാസവും അങ്ങനെ ആയിരിക്കാം. മുകളിൽ ക്ഷീണം, മുകളിൽ വഴക്ക്, മുകളിൽ ഭയം. പക്ഷെ ആഴത്തിൽ ദൈവത്തെ സ്നേഹിച്ച ഒരു കാലത്തിൻ്റെ വെള്ളം ഇപ്പോഴുമുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് ആ കിണർ വീണ്ടും തുറക്കട്ടെ. ഞാൻ ഓർക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ചെറിയ സാക്ഷ്യമുണ്ട്. ആ വീട്ടിൽ ഒരിക്കൽ ദിവസവും ജപമാല ഉണ്ടായിരുന്നു. പിന്നെ അച്ഛന് രാത്രി ഷിഫ്റ്റ് ജോലി തുടങ്ങി. അമ്മയ്ക്ക് രോഗിയായ അമ്മാമ്മയെ നോക്കേണ്ടി വന്നു. മൂത്ത മകൻ പഠനത്തിൽ സമ്മർദ്ദത്തിലായി. ഇളയ മകൾ മൊബൈലിൽ കൂടുതൽ സമയം ചെലവഴിച്ചു. വീട്ടിൽ ആരും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. പക്ഷേ പ്രാർത്ഥന സാവധാനം അപ്രത്യക്ഷമായി. അടുക്കളയിൽ പാത്രങ്ങൾ കഴുകുമ്പോൾ അമ്മ പലപ്പോഴും കരയും. മേശപ്പുറത്ത് മകൻ്റെ പരീക്ഷ അഡ്മിറ്റ് കാർഡ്, അരികിൽ ബാങ്കിൻ്റെ വായ്പ ഓർമ്മപ്പെടുത്തൽ, പഴയ അലമാരയിൽ പിതാവിൻ്റെ പാസ്പോർട്ട് ഫയലിൻ്റെ കോണുകൾ മടിഞ്ഞിരുന്നു. ഒരു ദിവസം രാത്രി വീട്ടിൽ ചെറിയ കാര്യത്തിന് വലിയ വഴക്കുണ്ടായി. മകൻ മുറിയുടെ വാതിലടച്ചു. അച്ഛൻ പുറത്തുള്ള കസേരയിൽ പോയി മിണ്ടാതെയിരുന്നു. അമ്മ അടുക്കളയിലെ ലൈറ്റ് മാത്രം തെളിച്ചു നിന്നു. അടുപ്പിൽ പാലിൻ്റെ പാട് ഉണങ്ങിക്കിടന്നു. അവൾ അലമാരയിൽ നിന്ന് പഴയ ജപമാല എടുത്തു. 2 മണികൾ നിറം മങ്ങിയിരുന്നു. അവൾ മിണ്ടാതെ പറഞ്ഞു, മാതാവേ, എൻ്റെ വീട്ടിൽ വീണ്ടും പ്രാർത്ഥന വരുത്തണമേ. അടുത്ത ദിവസം തന്നെ എല്ലാവരും മാറിയില്ല. മകൻ വന്നില്ല. അച്ഛൻ ക്ഷീണിച്ചു തന്നെ ആയിരുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ എല്ലാം പഴയതുപോലെ. പക്ഷേ ആ അമ്മ രാത്രി ഭക്ഷണത്തിന് ശേഷം മേശപ്പുറത്ത് ജപമാല വെച്ചു. ആരോടും നിർബന്ധിച്ചില്ല. അവൾ മാത്രം ഒരു ദശകം ചൊല്ലി. 2-ാം ദിവസം മകൾ ദൂരത്ത് നിന്ന് കേട്ടിരുന്നു. 3-ാം ദിവസം അച്ഛൻ അവസാനത്തെ ആമേൻ മാത്രം പറഞ്ഞു. പിന്നെ ഒരു ആഴ്ചയ്ക്ക് ശേഷം മകൻ മുറിയുടെ വാതിൽ പൂർണ്ണമായി തുറന്നില്ലെങ്കിലും വാതിലിനരികിൽ നിന്നു. ആ അമ്മ പറഞ്ഞു, അച്ഛാ, അന്ന് വലിയ അത്ഭുതമൊന്നും ഉണ്ടായില്ല. പക്ഷേ വീട്ടിൽ ശബ്ദം കുറയാൻ തുടങ്ങി. വഴക്കിന് ശേഷം വീണ്ടും സംസാരിക്കാൻ കഴിഞ്ഞു. എൻ്റെ മക്കളെ ഞാൻ കുറച്ച് ശാന്തമായി കാണാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇതാണ് കൃപ. പ്രാർത്ഥന വീട്ടിൽ മടങ്ങി വരുമ്പോൾ ആദ്യം ലോകം മാറണമെന്നില്ല. പക്ഷേ വീട്ടിൻ്റെ വായു മാറും. അതേ ബിൽ മേശപ്പുറത്തുണ്ടായിരിക്കും. പക്ഷെ അത് നോക്കുന്ന കണ്ണിൽ പ്രത്യാശ വരും. അതേ രോഗമുണ്ടായിരിക്കും. പക്ഷേ രോഗിയുടെ കിടക്കക്കരികിൽ യേശുവിൻ്റെ സമാധാനം വരും. അതേ കാത്തിരിപ്പുണ്ടായിരിക്കും. പക്ഷേ അതിൽ ഏകാന്തത കുറയും. അതേ മകൻ ഉടനെ മാറണമെന്നില്ല. പക്ഷേ അവനെ ശപിക്കാതെ അനുഗ്രഹിക്കാൻ അമ്മയ്ക്ക് കൃപ ലഭിക്കും. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന കുടുംബമേ, നിന്റെ വീട്ടിൽ പ്രാർത്ഥന കുറഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ കുറ്റബോധത്തിൽ മാത്രം നിൽക്കരുത്. ഇന്ന് വീണ്ടും തുടങ്ങുക. ദൈവം നിന്നെ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്നവൻ അല്ല. തിരികെ വരാൻ വാതിൽ തുറന്നു വയ്ക്കുന്ന പിതാവാണ്. മാതാവ് നിന്നെ ലജ്ജിപ്പിക്കാൻ വരില്ല. അവൾ ജപമാല കയ്യിൽ കൊടുത്ത് മൃദുവായി പറയും, മകനെ, മകളെ,
വീണ്ടും തുടങ്ങാം. ഇപ്പോൾ ഒരു ചെറിയ വിശ്വാസകർമ്മം ചെയ്യാം. കഴിയുമെങ്കിൽ ഒരു ജപമാല കയ്യിൽ പിടിക്കൂ. ഇല്ലെങ്കിൽ വീട്ടിലെ ഒരു ചെറിയ കുരിശ്, മാതാവിൻ്റെ ചിത്രം, കുടുംബത്തിൻ്റെ ഫോട്ടോ, വീട്ടിൻ്റെ താക്കോൽ എന്തെങ്കിലും കയ്യിൽ പിടിക്കാം. ഒന്നും ഇല്ലെങ്കിൽ 2 കൈകളും നെഞ്ചിൽ വെക്കൂ. കണ്ണുകൾ അടച്ച് നിന്റെ വീട്ടിലെ ഓരോരുത്തരുടെയും മുഖം മനസ്സിൽ കാണൂ. ആരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അവരെയും ഓർക്കൂ. ആരെക്കുറിച്ച് ഭയമുണ്ടോ അവരെയും ഓർക്കൂ. ആരെക്കുറിച്ച് പ്രത്യാശ കുറഞ്ഞുവോ അവരെയും യേശുവിൻ്റെ മുന്നിൽ കൊണ്ടുവരൂ. കർത്താവായ ഈശോയെ, ഈ ശനിയാഴ്ചയുടെ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്റെ തിരുമുമ്പിൽ വരുന്നു. ഉയിർത്തെഴുന്നേറ്റ കർത്താവെ, സ്വർഗാരോഹണത്തിൻ്റെ പ്രത്യാശയിൽ നിന്നെ നോക്കി നിൽക്കുന്ന ഞങ്ങളുടെ വീടുകളിലേക്ക് നീ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അയക്കണമേ. പ്രാർത്ഥന മങ്ങിയ വീടുകളിലേക്ക് വീണ്ടും നിന്റെ വെളിച്ചം വരണമേ. ഈശോയെ, ഒരിക്കൽ ജപമാല ചൊല്ലിയിരുന്നെങ്കിലും ഇപ്പോൾ നിശബ്ദമായ വീടുകളെ അനുഗ്രഹിക്കണമേ. കുടുംബ പ്രാർത്ഥന നിർത്തിപ്പോയതിനാൽ ഉള്ളിൽ കുറ്റബോധം വഹിക്കുന്ന അമ്മമാരെ ആശ്വസിപ്പിക്കണമേ. മക്കൾ പ്രാർത്ഥനയിൽ നിന്ന് അകന്നുപോയതുകൊണ്ട് കരയുന്ന അപ്പന്മാരെയും അമ്മമാരെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വീട്ടിൽ വീണ്ടും ദൈവസമാധാനം വരുമോ എന്ന് ചോദിക്കുന്നവർക്ക് പ്രത്യാശ തരണമേ. കർത്താവെ, ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് തടസ്സമായ ക്ഷീണത്തെ നീ സ്പർശിക്കണമേ. ജോലിയുടെ ഭാരവും കടത്തിൻ്റെ സമ്മർദ്ദവും വിസയുടെ കാത്തിരിപ്പും പരീക്ഷയുടെ ഭയവും രോഗിയുടെ പരിചരണവും വീട്ടിലെ മൗനവും ഇവയൊക്കെ ഞങ്ങളെ നിന്നിൽ നിന്ന് അകറ്റാതിരിക്കട്ടെ. മറിച്ച് ഇവയെല്ലാം നിന്റെ മുമ്പിൽ വെക്കാനുള്ള കൃപ തരണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ വീടുകളിലേക്ക് വരണമേ. അടഞ്ഞ മുറികളിലേക്ക് വരണമേ. മിണ്ടാതിരിക്കുന്ന മക്കളുടെ ഹൃദയത്തിലേക്ക് വരണമേ. ക്ഷീണിച്ച അപ്പൻ്റെ ഉള്ളിലേക്ക് വരണമേ. കരഞ്ഞുമടുത്ത അമ്മയുടെ നെഞ്ചിലേക്ക് വരണമേ. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള കഠിനമായ മൗനത്തിലേക്ക് വരണമേ. പഴയ മുറിവുകൾ നിറഞ്ഞ ഓർമ്മകളിലേക്ക് വരണമേ. ഞങ്ങളുടെ വീടിൻ്റെ വായുവിൽ സമാധാനം നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, മറിയമേ, മുകളിലെ മുറിയിൽ ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിച്ച അമ്മേ, ഇന്ന് ഞങ്ങളുടെ വീടുകളുടെ മുകളിലെ മുറിയിലേക്കും താഴത്തെ അടുക്കളയിലേക്കും ചെറിയ കിടപ്പുമുറിയിലേക്കും രോഗിയുടെ കിടക്കക്കരികിലേക്കും പഠനമേശക്കരികിലേക്കും വരണമേ. അമ്മേ, ഞങ്ങൾക്ക് വീണ്ടും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. വലിയ വാക്കുകൾ ഇല്ലെങ്കിലും സത്യസന്ധമായ ഹൃദയം തരണമേ. പൂർണ്ണമായ കുടുംബമില്ലെങ്കിലും നിന്റെ മൂടുപടത്തിനടിയിൽ നിൽക്കാനുള്ള ധൈര്യം തരണമേ. മാതാവേ, ജപമാല കൈവിട്ടുപോയ കൈകളിലേക്ക് വീണ്ടും ജപമാല മടങ്ങി വരട്ടെ. പ്രാർത്ഥിക്കാൻ മടിക്കുന്ന മക്കളുടെ ഹൃദയത്തിൽ ബാല്യത്തിൽ പഠിച്ച ചെറിയ പ്രാർത്ഥനകൾ വീണ്ടും മുഴങ്ങട്ടെ. പള്ളിയുടെ മണി കേൾക്കുമ്പോൾ പഴയ വിശ്വാസം വീണ്ടും ഉണരട്ടെ. കുർബാനയെക്കുറിച്ചുള്ള സ്നേഹം മടങ്ങി വരട്ടെ. കുംഭസാരത്തിൻ്റെ കൃപയിലേക്ക് മടങ്ങാൻ ധൈര്യം വരട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവഭയമല്ല, ദൈവസ്നേഹം വീണ്ടും വളരട്ടെ. ഈശോയെ, ഞങ്ങളുടെ ഭക്ഷണമേശയെ അനുഗ്രഹിക്കണമേ. അവിടെ കുറ്റപ്പെടുത്തൽ കുറയട്ടെ, നന്ദി വർദ്ധിക്കട്ടെ. ഭക്ഷണം കഴിക്കാൻ മുമ്പ് കുരിശ് വരയ്ക്കുന്ന കൈകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അടുക്കളയിൽ അധ്വാനിക്കുന്ന അമ്മയുടെ കൈകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദിവസവേതനത്തിന് പോകുന്ന അപ്പൻ്റെ ചുവടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പരീക്ഷയ്ക്കിരിക്കുന്ന മക്കളുടെ മനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശത്തുള്ളവരുടെ മുറികളും യാത്രകളും കാത്തിരിപ്പുകളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളുടെ വീടുകൾ ചിലപ്പോൾ പ്രാർത്ഥനയേക്കാൾ പരാതി കൂടുതലായി, നന്ദിയേക്കാൾ ഭയം കൂടുതലായി, അനുഗ്രഹവാക്കുകളേക്കാൾ വിമർശനം കൂടുതലായി, ക്ഷമയേക്കാൾ കോപം കൂടുതലായി. ഞങ്ങളെ ക്ഷമിക്കണമേ. നമ്മുടെ വീട്ടിൻ്റെ വാതിൽ വീണ്ടും നിനക്കായി തുറക്കാൻ കൃപ തരണമേ. ഈശോയെ, ഇന്ന് ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നുപോയതായി തോന്നുന്നുവെങ്കിൽ അവരെ സ്നേഹത്തോടെ തിരിച്ചു വിളിക്കണമേ.
ഞാൻ പ്രാർത്ഥിക്കാൻ യോഗ്യനല്ല എന്ന് വിചാരിക്കുന്നവരുടെ മനസ്സിൽ നീ പറയണമേ, തിരികെ വരിക. പാപഭാരം കൊണ്ട് ലജ്ജിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്റെ കരുണയുടെ വെളിച്ചം വരട്ടെ. വിശ്വാസം നഷ്ടപ്പെട്ടുപോയ യുവഹൃദയങ്ങളിൽ വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ചൂട് തെളിയട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നിന്റെ വീട്ടിൻ്റെ പേര് കർത്താവിൻ്റെ മുമ്പിൽ പറയൂ. നിന്റെ വീട്ടിലെ ഓരോരുത്തരെയും യേശുവിന് സമർപ്പിക്കൂ. പ്രാർത്ഥന നിർത്തിപ്പോയെങ്കിൽ ഇന്ന് അതിനൊരു പുതിയ തുടക്കം ചോദിക്കൂ. വീട്ടിലെല്ലാവരും വരാത്താലും നീ തുടങ്ങൂ. ഒരു ദശകം കൊണ്ട് തുടങ്ങൂ. ഒരു വചനവാക്യം കൊണ്ട് തുടങ്ങൂ. ഒരു ഈശോയെ കരുണയുണ്ടാകണമേ എന്ന വാക്കുകൊണ്ട് തുടങ്ങൂ. ദൈവം ചെറിയ തുടക്കങ്ങളെ ചെറുതായി കാണുന്നില്ല. ഇന്ന് കമന്റിൽ നിന്റെ കുടുംബത്തിൻ്റെ പേരോ നിന്റെ പ്രാർത്ഥനാവിഷയമോ എഴുതാം. ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന മടങ്ങി വരണം എന്ന് എഴുതാം. കുടുംബത്തിന് സമാധാനം വേണം എന്ന് എഴുതാം. മക്കൾ വിശ്വാസത്തിൽ മടങ്ങി വരണം എന്ന് എഴുതാം. അമ്മയ്ക്കായി പ്രാർത്ഥിക്കണം എന്ന് എഴുതാം. ജോലിക്കും വിസയ്ക്കും വീടിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എഴുതാം. ആമേൻ എന്ന് മാത്രം എഴുതിയാലും മതി. ഇന്നത്തെ കമന്റ് സ്ഥലം പ്രാർത്ഥന മങ്ങിയ വീടുകൾ വീണ്ടും കൃപയുടെ തീ തേടി ഒന്നിക്കുന്ന ഒരു ചെറിയ മുകളിലെ മുറിയായി മാറട്ടെ. ഇന്നൊരു ചെറിയ ആത്മീയ ചുവട് വെക്കൂ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ ഒരു ചെറിയ സ്ഥലം തിരഞ്ഞെടുക്കൂ. മേശയുടെ ഒരു കോണായാലും മതി. അവിടെ ഒരു ജപമാലയോ കുരിശോ മാതാവിൻ്റെ ചിത്രമോ വെക്കൂ. എല്ലാവരും കൂടെ വരണമെന്നില്ല. നിർബന്ധിക്കേണ്ട നീ മാത്രം നിന്നുകൊണ്ട് ശാന്തമായി 3 പ്രാവശ്യം പറയൂ. പരിശുദ്ധാത്മാവേ, എൻ്റെ വീട്ടിൽ വരണമേ. പിന്നെ ഒരു നിമിഷം മൗനമായി നിൽക്കൂ. ആ മൗനത്തിൽ ദൈവം പ്രവർത്തിക്കും. ഈ പ്രാർത്ഥന നിന്റെ ഫോണിൽ മാത്രം അടച്ചുവെക്കരുത്. നിന്റെ ഫോൺ ഇന്ന് ദൈവജനത്തിൻ്റെ ചെറിയ പ്രസംഗപീഠമാകട്ടെ. വാട്സാപ്പിലൂടെയോ സ്റ്റാറ്റസിലൂടെയോ ഇത് പങ്കുവയ്ക്കുമ്പോൾ ഒരുപക്ഷെ പ്രാർത്ഥന നിർത്തിയ ഒരു വീട്ടിൽ ഇന്ന് രാത്രി വീണ്ടും ജപമാല തുടങ്ങാം. വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയ ഒരു മകൻ ഈ വാക്കുകൾ കേട്ട് നിമിഷം ഒന്നു നിൽക്കാം. ക്ഷീണിച്ച ഒരു അമ്മയ്ക്ക് എൻ്റെ വീട്ടും വീണ്ടും അനുഗ്രഹിക്കപ്പെടും എന്ന പ്രത്യാശ ലഭിക്കാം. പ്രിയപ്പെട്ടവരെ, നിന്റെ വീട്ടിലെ ജപമാല പൊടിപിടിച്ചിരിക്കാം. പക്ഷേ കൃപ പൊടിപിടിക്കില്ല. നിന്റെ കുടുംബ പ്രാർത്ഥന നിർത്തിപ്പോയിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വിളി നിർത്തിയിട്ടില്ല. നിന്റെ വീട്ടിൽ എല്ലാവരും ഒറ്റ മനസ്സോടെ നിൽക്കാൻ ഇനിയും സമയമെടുക്കാം. പക്ഷേ ഒരു ഹൃദയം സത്യമായി ദൈവത്തെ വിളിച്ചാൽ ആ വീട്ടിൽ സ്വർഗത്തിൻ്റെ വഴി തുറക്കാൻ തുടങ്ങും. നിന്റെ വീടിൻ്റെ നിശബ്ദതയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശ്വാസം വീശട്ടെ. നിന്റെ പഴയ ജപമാലയിൽ പുതുവിശ്വാസത്തിൻ്റെ ചൂട് നിറയട്ടെ. നിന്റെ ഭക്ഷണമേശയിൽ വീണ്ടും കുരിശിൻ്റെ അടയാളം വരട്ടെ. നിന്റെ മക്കളുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥനയുടെ ഓർമ്മ മടങ്ങി വരട്ടെ. മറിയത്തിൻ്റെ മൂടുപടം നിന്റെ കുടുംബത്തെ സ്നേഹത്തോടെ മൂടിക്കൊള്ളട്ടെ. നിന്റെ വീട്ടിൽ മങ്ങിയുപോയ പ്രാർത്ഥന വീണ്ടും കൃപയുടെ വിളക്കായി തെളിയട്ടെ. കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ. നാളെ രാവിലെ കൃത്യം 5:30 വീണ്ടും കാണാം. തീർച്ചയായും.